ഇപ്പോൾ കിട്ടിയ വാർത്ത. ദേവിക വധക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. പ്രതി ദേവികയുടെ പിതാവ് തന്നെയാണെന്നുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയിരിക്കുന്നു. ന്യൂസ് ചാനലിൽ എഴുതി കാണിക്കുന്ന ഫ്ലാഷ് ന്യൂസിനോടൊപ്പം ടിവിയിൽ ദേവാനന്ദന്റെ വലിയൊരു ചിത്രം കൂടി തെളിഞ്ഞു കണ്ടതും ഒരു നിമിഷം ഗായത്രിയും കൃഷ്ണയും രുദ്രയും ഞെട്ടലോടെ തറഞ്ഞിരുന്നു പോയി. രുദ്രേ, ഇത്? കൃഷ്ണ പകപ്പോടെ അവളെ നോക്കി ചോദിച്ചു. മുത്തശ്ശൻ വിളിച്ചിരുന്നു. പെട്ടെന്ന് ന്യൂസ് ചാനൽ വെച്ച് നോക്കാൻ പറഞ്ഞു. എന്നാലും ഇയാൾ ഇത്തരക്കാരനാണെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന അമ്പരപ്പോടെ തന്നെ രുദ്ര പറഞ്ഞു. ഗായത്രിയും കിച്ചും അപ്പോഴും കണ്ട വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ ടി വിയിലേക്ക് തന്നെ കണ്ണുകൾ നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലപ്പോഴേക്കും വാർത്തകൾ വിശദമായി പറയാൻ തുടങ്ങിയിരുന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. നഗരത്തെ ഞെട്ടിച്ച ദേവിക വധക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. ദിവസങ്ങൾക്ക് മുമ്പാണ് ത്രയംബകത്തിൽ ദേവാനന്ദന്റെയും അനിതയുടെ ഏക മകളും DM കോളേജിലെ 3ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി കൂടിയായ ദേവിക ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുന്നത്. നഗരത്തിൽ തന്നെ നടുക്കിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ദേവികാവധം. കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ദേവികയെ കാണാതാകുന്നത്. അതിന്റെ ഒരാഴ്ചയ്ക്കിപ്പുറം 28-ാം തീയതിയാണ് ദേവികയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയായ നിലയിൽ മൃതപ്രാണയായി റോഡ് സൈഡിൽ നിന്നും കിട്ടുന്നത്. ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ദേവിക മരണത്തിന് കീഴടങ്ങിയിരുന്നു. ACP ദർശ് മഹാദേവന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിച്ചത്. അദ്ദേഹത്തിന്റെ കഴിവും ബുദ്ധിസാമർഥ്യവും കൊണ്ട് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ പ്രതിക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. ദേവികയുടെ പിതാവായ ദേവാനന്ദനും അയാളുടെ സുഹൃത്തുക്കളായ ഹരിദാസ്, രാഘവ് എന്നിവർ ചേർന്നാണ് ദേവികയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നത്. ന്യൂസിലൂടെ കേട്ട വാർത്തയിൽ രുദ്രയുടെയും ഗായത്രിയുടെയും കൃഷ്ണയുടെയും കണ്ണുകൾ ഈറനായി. എന്നാലും ഒരച്ഛൻ എങ്ങനെയാ സ്വന്തം മകളെ? ഗായത്രി അവിശ്വസനീയതയോടെ പിറുപിറുത്തു. അങ്ങനെയുള്ള അച്ഛന്മാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഗായു. പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ യാതൊരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ പിച്ചു ചിന്തുന്ന അച്ഛന്മാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. നീ വാർത്തകൾ കാണാറില്ലേ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര പെൺകുഞ്ഞുങ്ങളാണെന്നോ ഇതുപോലെ അച്ഛന്മാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ ശാരീരിക പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാവുന്നത്. വല്ലാത്തൊരു അമർഷത്തോടെ രുദ്ര പറയുമ്പോൾ അവളുടെ മനസ്സിൽ പലപ്പോഴും TVയിലും പത്രത്തിലും ഒക്കെ കാണുന്ന ന്യൂസുകളായിരുന്നു. ആ, അത് രുദ്ര പറഞ്ഞത് ശരിയാ. ഞാൻ നോർത്തിലായിരുന്ന സമയത്ത് ഇതുപോലെയുള്ള എത്ര കേസുകളാണെന്നോ കവർ ചെയ്തിട്ടുള്ളത്. അധികവും ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന വിദ്യാഭ്യാസമോ രോഗപരിചയമോ ഒന്നുമില്ലാത്ത സാധു പെൺകുട്ടികളാണ് ഇതുപോലെയുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നത്. കൃഷ്ണയും അവളെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞതും ഗായത്രി ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. നീ ജോലി റിസൈൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിനക്കും ഇപ്പോൾ ഈ വാർത്ത കവർ ചെയ്യാമായിരുന്നു അല്ലേ കൃഷ്ണേ? രുദ്ര ചോദിച്ചത് കേട്ട് കൃഷ്ണ ഒന്ന് പുഞ്ചിരിച്ചു. നോർത്തിലെ ജോലി കൃഷ്ണ റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ചകളാകുന്നതേ ഉള്ളൂ. ദേവ് സാറാണ് പറഞ്ഞത് ഇനി നോർത്തിലൊന്നും പോയി വർക്ക് ചെയ്യണ്ട, ഇവിടെ ഏതെങ്കിലും ചാനലിൽ കയറാമെന്ന്. പിന്നെ ആലോചിച്ചപ്പോൾ അങ്ങനെ മതിയെന്ന് ഞാനും കരുതി. നമ്മുടെ നാട് പോലെ ആകില്ലല്ലോ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുന്നത്. രുദ്രയെ നോക്കി കൃഷ്ണ പറഞ്ഞതും അവൾ അതേ എന്ന പോലെ തലയാട്ടി. ശേഷം 3 പേരും കൂടി വീണ്ടും TVയിലേക്ക് ശ്രദ്ധിച്ചു. അപ്പോഴേക്കും ന്യൂസ് റീഡർ ബാക്കി വാർത്തയും വായിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആകാശത്ത് നിന്നും രുദ്രന്റെ ചോപ്പറിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഏട്ടൻ വന്നു എന്ന് തോന്നുന്നു. പറയുന്നതോടൊപ്പം തന്നെ രുദ്ര വേഗം എഴുന്നേറ്റ് മുകളിലേക്കുള്ള പടികൾ കയറി. അവളുടെ പിന്നാലെ തന്നെ ഗായത്രിയും കൃഷ്ണയും ഉണ്ടായിരുന്നു. ടെറസിലേക്കുള്ള വാതിൽ തുറന്നുകൊണ്ട് രുദ്ര പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ചോപ്പർ അവിടെ ലാൻഡ് ചെയ്തിരുന്നു. നിമിഷങ്ങൾക്കകം അതിന്റെ ഡോർ തുറന്നുകൊണ്ട് രുദ്രൻ പുറത്തേക്ക് ഇറങ്ങി. അവന്റെ കൈകളിൽ ഭദ്രമായി തന്നെ ദച്ചുവും ഉണ്ടായിരുന്നു. അവൾ അവന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നുറങ്ങുകയായിരുന്നു. അതുവരെ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ കാരണം തളർന്നു പോയ ദച്ചു പാതി വഴിയിൽ വെച്ച് തന്നെ എപ്പോഴും അവന്റെ നെഞ്ചിൽ കിടന്ന് മയങ്ങിപ്പോയിരുന്നു. ദച്ചുവിനെയും കൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ രുദ്രൻ വാതിലിന്റെ സൈഡിലായി നിൽക്കുന്ന 3 പേരെയും ഒന്ന് നോക്കി. അവന്റെ നോട്ടം കണ്ടതും 3 ഒന്ന് പരുങ്ങി. അവർ സൈഡിലേക്ക് അല്പം കൂടി പതുങ്ങി നിന്നു. അവരെ ഒന്ന് കനപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ അവളെയും കൊണ്ട് വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി. ഹോ! അവൻ പോയതും 3 ഒരുപോലെ ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടു. നിന്റെ ചേട്ടന് ഈ ഒരു ഭാവം മാത്രമേ ഉള്ളൂടി. ഇങ്ങനെ പോകുവാണെ മനുഷ്യ ശ്വാസം പിടിച്ചു വെച്ച് ചാകും. രുദ്ര അവിടെ കണ്ണിൽ നിന്ന് മറിഞ്ഞതും കൃഷ്ണ രുദ്രയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ശരിയാ, രുദ്ര സാറിന്റെ നോട്ടം കാണാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് നേരവണ്ണം കാണാൻ പോലും പറ്റിയില്ല. കൃഷ്ണ പറഞ്ഞതിനെ അനുകൂലിച്ചുകൊണ്ട് ഗായത്രിയും പറഞ്ഞു. അതിന് രുദ്ര അവരെ രണ്ടിനെ നോക്കി ഒന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ചോപ്പറിൽ നിന്ന് ഇറങ്ങി വരുന്ന കിരണിനെയും മീനുവിനെയും അവർ കാണുന്നത്. കിരണിന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നുകൊണ്ടാണ് മീനു നടക്കുന്നത്. അവളുടെ ദേഹത്ത് അവന്റെ കോട്ടും ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രുദ്രയും ഗായത്രിയും കൃഷ്ണയും ഞെട്ടലോടെ പരസ്പരം ഒന്ന് നോക്കി. ശേഷം ഓടി അവരുടെ അരികിലേക്ക് ചെന്നു. മീനു, എന്തു പറ്റിയടാ? അയ്യോ, ഇതൊക്കെ എന്താ? അവളുടെ കയ്യിലും കഴുത്തിലും ഒക്കെ കാണുന്ന ചെറിയ ചോരപ്പാടുകൾ കണ്ട് രുദ്ര ആകുലതയോടെ ചോദിച്ചു. അതൊന്നുമില്ല മാം, അവിടെ ചെറിയൊരു ഫൈറ്റ്, അങ്ങനെ സംഭവിച്ചതാണ്. കൂടുതൽ വിശദീകരിക്കാതെ കിരൺ അതിനുള്ള മറുപടി കൊടുത്തു. അവരുടെ മുഖത്തെ പരിഭ്രമം കണ്ട് മീനു അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എനിക്കൊന്നുമില്ല ചേച്ചിമാരെ, ഞാൻ ഓക്കെയാണ്.
അവൾ കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞത് കേട്ട് 3 പേരും അവളെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും കിരൺ അവളെയും കൊണ്ട് അകത്തേക്ക് പോയിരുന്നു. അവരും തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ആകാശത്ത് നിന്നും മറ്റൊരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുന്നത്. നിമിഷങ്ങൾക്കകം അതും ലാൻഡ് ചെയ്തു. ഇനി ഇതാരാ? ദേവേട്ടനൊക്കെയാ? കൃഷ്ണയുടെ സംശയത്തിന് രുദ്ര മറുപടി പറഞ്ഞു കഴിയും മുന്നേ ആ ചോപ്പറിന്റെ ഡോർ തുറന്ന് ദേവും ദർശൻ ദക്ഷും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന 3 പെൺകുട്ടികളെയും കണ്ടതും ദേവിന്റെയും ദർശന്റെയും ദക്ഷിന്റെയും കണ്ണുകൾ തിളങ്ങി, മുഖം വിടർന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവളുമാർ തങ്ങളെയും കാത്തു നിൽക്കുന്നത് അവർക്ക് ഒരുപോലെ സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവർ അവരുടെ അരികിലേക്ക് നടന്നു വന്നു. എന്തായി ദേവേട്ടാ, അവിടെ എന്തൊക്കെ നടന്നു? കുഞ്ഞോളെ അവിടെ ആരെങ്കിലും ഉപദ്രവിച്ചിരുന്നോ? മീനുവിന്റെ ദേഹത്തൊക്കെ ചെറിയ മുറിപ്പാടുകൾ കണ്ടു. ചെറിയൊരു ഫൈറ്റ് നടന്നുവെന്നാ കിരണേട്ടൻ പറഞ്ഞത്. കുഞ്ഞോളുടെ നേരെയൊന്നും അവർ വന്നില്ലല്ലോ. രുദ്രേട്ടൻ്റെ കൂടെ അവൾ വന്നിട്ട് അവളെ ശരിക്കൊന്ന് കാണാൻ പോലും കിട്ടിയില്ല. രുദ്രേട്ടൻ കാറ്റ് പോലെ അവളെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. അവർ അടുത്തെത്തിയതും രുദ്ര ദേവിന്റെ അരികിലേക്ക് പാഞ്ഞു ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞതും ദേവ് ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ഒന്നും പറ്റിയില്ലടാ, നമ്മുടെ കുഞ്ഞിനൊരു പോറലെങ്കിലും ഏൽപ്പിക്കാൻ നിന്റെ രുദ്രേട്ടൻ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒരു ചിരിയോടെ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. ശേഷം എത്തിക്കുത്തി നിന്നുകൊണ്ട് അവന്റെ കവിളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. ഹലോ ഹലോ, ഇവിടെ വേറെയും ചിലർ നിൽപ്പുണ്ട്. ഈ ഉമ്മവെപ്പും കെട്ടിപ്പിടുത്തവും ഒക്കെ നടത്തുമ്പോൾ കുറച്ച് പരിസരബോധമൊക്കെ ആവാം. തങ്ങളെ ആക്കിക്കൊണ്ടുള്ള ദർശന്റെ പറച്ചിൽ കേട്ടാണ് ദേവും രുദ്രയും അവനെ നോക്കുന്നത്. അതെന്താ ദർശേട്ടാ അങ്ങനെ ഒരു പറച്ചിൽ? ഞാൻ എൻ്റെ ചെക്കനെയല്ലേ കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതൊക്കെ. അതിന് നിങ്ങൾക്ക് ഇത്ര കൊള്ളേണ്ട കാര്യം എന്താ? സത്യം പറയും മനുഷ്യ, നിങ്ങൾക്ക് അസൂയല്ലേ? കണ്ണും കുറിപ്പിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ടതും അവൻ അവളെ അന്തം വിട്ടുകൊണ്ട് നോക്കി നിന്നു. ദേവും ഗായവും കൃഷ്ണയും ഒരു പുഞ്ചിരിയോടെ അവരുടെ ഈ കട്ടായം പറച്ചിൽ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അസൂയയോ? എനിക്കോ? എന്തിന്? രുദ്രയുടെ പറച്ചിൽ കേട്ടതും ദർശ അവളെ നോക്കി കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ എൻ്റെ ചെക്കനെ ഉമ്മ വയ്ക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണിനെ ഉമ്മ വയ്ക്കാൻ പറ്റാത്തതിൻ്റെ അസൂയ. പക്ഷെ ദർശേട്ടൻ വിഷമിക്കേണ്ട കേട്ടോ. ഏട്ടൻ്റെ പെണ്ണ് ഏട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുമല്ലേ. പിടിച്ചു വെച്ച് നല്ല അടാറ് ഫ്രഞ്ച് കിസ് തന്നെ അങ്ങ് കൊടുത്തേക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ അരികിലായി നിന്ന് കൃഷ്ണയെ പിടിച്ച് അവൻ്റെ ദേഹത്തേക്ക് തള്ളിയിട്ടു. ആ ഏയ്! രുദ്രയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ കൃഷ്ണ എവിടെയും പിടുത്തം കിട്ടാതെ ദർശന്റെ നെഞ്ചിലേക്ക് തന്നെ ചെന്ന് വീണു. അയ്വ, എന്തൊരു ചേർച്ച! കൃഷ്ണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദർശനെ നോക്കിക്കൊണ്ട് അവൾ അടിപൊളി എന്ന ആക്ഷനും കാണിച്ചുകൊണ്ട് പറഞ്ഞതും കൃഷ്ണൻ വേഗം അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് പിടഞ്ഞു മാറി. ശേഷം ഒരു പതർച്ചയോടെ അവരെ നോക്കിക്കൊണ്ട് വേഗം അകത്തേക്ക് ഓടിപ്പോയി. നോക്കിക്കൊണ്ട് നിൽക്കാതെ വേഗം പിന്നാലെ ചെന്ന് പ്രൊപ്പോസ് ചെയ്യും മനുഷ്യ. ഇല്ലെങ്കിൽ നിങ്ങളിവിടെ ഇങ്ങനെ മൂത്തു നരച്ച് നിൽക്കുകയും ചെയ്യും. അവസാനം കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരിമാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്ന് പറയുന്നത് പോലെ ആ പെങ്കൊച്ചിനെ വേറെ നല്ല കിടുക്കാച്ചി ആമ്പിള്ളേർ വന്ന് കൊത്തിക്കൊണ്ടു പോകും. രുദ്ര അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് ദർശ ഒന്ന് ഞെട്ടി. അയ്യടാ, അങ്ങനെ ഇപ്പം ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ പെണ്ണിനെ വേറെ ഒരുത്തരും കൊത്തിക്കൊണ്ട് പോകണ്ട. അതും പറഞ്ഞുകൊണ്ട് അവൻ വേഗം അവളുടെ പിന്നാലെ ഓടി. അവൻ പോകുന്നത് നോക്കി രുദ്രയും ദേവും ദക്ഷിങ്കായും ഒരു പുഞ്ചിരിയോടെ നിന്നു. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും പേരായി. ഇനി നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ സിംഗിൾസ്. 2 പേരും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. എന്ത്? അവർ പോയ വഴിയെ നോക്കി ചിരിയോടെ നിൽക്കുന്ന ദക്ഷിണയും ഗായുവിനെയും നോക്കി കവളിൽ നാക്ക് വെച്ചൊന്ന് ഒഴിഞ്ഞുകൊണ്ട് രുദ്ര പറഞ്ഞതും ഇരുവരും അവളെ സംശയത്തോടെ നോക്കി. ദേവാണെങ്കിൽ അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തി തലയിൽ കൈവച്ചു പോയി. കൃഷ്ണയെ പോലെ അല്ല ഗായത്രി. കൃഷ്ണ ലോകപരിചയം കൂടുതലുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ദർശ അവളെ പ്രൊപ്പോസ് ചെയ്താലും അവൾ അത് ആ രീതിക്ക് തന്നെ എടുക്കും. എന്നാൽ ഗായത്രി ഒരിക്കലും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക പോലുമില്ല. തനിക്കതിന് യോഗ്യതയില്ല എന്ന ചിന്തയിൽ അവൾ ആ നിമിഷം തന്നെ ആ പ്രൊപ്പോസൽ നിരസിക്കും. അതും ഓർത്തുകൊണ്ട് അവൻ രുദ്ര നോക്കി ഒന്ന് പല്ല് കടിച്ചു. അതായത് ദക്ഷേട്ട ഈ ഗായത്രിയെ അവൾ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് ദേവ് അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ഒന്നുമില്ല ഏട്ടാ, ബുദ്ധിയും വിവരവും ഒക്കെ കുറവായതുകൊണ്ട് ഇടയ്ക്കിടെ ഇവളിങ്ങനെ ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളത് ശ്രദ്ധിക്കേണ്ട. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണം കാണും. ഏട്ടൻ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൻ രുദ്രയെ തൂക്കിയെടുത്ത് തോളിലിട്ടുകൊണ്ട് അവിടെ നിന്നും വേഗം അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴും രുദ്ര അവൻ്റെ തോളിൽ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. താൻ കിടക്കുന്നില്ലേ? അവർ പോകുന്നത് നോക്കി അന്തം വിട്ട് നിന്ന ഗായത്രിയെ നോക്കിക്കൊണ്ട് ദക്ഷ ചോദിച്ചതും അവൾ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എന്താ? അവൻ ചോദിച്ചത് അവൾ കേട്ടില്ലായിരുന്നു. ഉറങ്ങുന്നില്ലേ എന്ന്. നേരെ ഒരുപാടായി. ആ, ആർദ്രമായ സ്വരത്തിൽ അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് മൂളി. ശേഷം അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വേഗം അകത്തേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി ഒരു പുഞ്ചിരിയോടെ അവനും അവളുടെ പിന്നാലെ തന്നെ അകത്തേക്ക് കയറി. ദച്ചുവിനെയും കൊണ്ട് മുറിക്കകത്തേക്ക് കയറിയ രുദ്രൻ സെൻസർ ലോക്കിലൂടെ വാതിൽ ലോക്ക് ചെയ്ത ശേഷം അവളെ ബെഡിലേക്ക് കൊണ്ട് കിടത്തി. ആ സമയം അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. 2 കൈകളും ചുരുട്ടിപ്പിടിച്ച് കൊച്ചു കുട്ടികളെപ്പോലെ കിടക്കുന്നവളെ അവൻ ഒരു നിമിഷം നോക്കി നിന്നു. അവനവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. ധരിച്ചിരുന്ന പാൻറ് ഒരല്പം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൻ മുട്ടുമടക്കി കട്ടിലേക്ക് കയറി ഹെഡ് റെസ്റ്റിലേക്ക് ചാഞ്ഞിരുന്നു. അവൻ്റെ കണ്ണുകൾ തൻ്റെ അരികിൽ കിടക്കുന്നവളിൽ തന്നെ തറഞ്ഞു നിന്നു.
അപ്പോഴാണ് അവളുടെ ദേഹത്തെ പൊടിയും അഴുക്കും ചെറിയ ചെറിയ മുറിവുകളും ഒക്കെ അവൻ്റെ കണ്ണിൽ പതിഞ്ഞത്. ഒരു നിമിഷത്തെ ആ കാഴ്ച അവൻ്റെ കണ്ണിൽ കനൽ വാരി ഇട്ടുവെങ്കിലും മറ്റെന്തോ ഓർമ്മ വന്നതുപോലെ അവൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. ഒട്ടൊരു നിമിഷത്തിന് ശേഷം ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ശേഷം അവളെ ഇരു കൈകളിലുമായി കോരിയെടുത്തുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് നടന്നു. വാഷ്റൂമിനകത്ത് സിറ്റിംഗ് പ്ലേസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൻ അവളെ അതിൻ്റെ പുറത്തേക്ക് ഇരുത്തി. ശേഷം അവൻ അവളെ പതിയെ തട്ടി വിളിച്ചു. കുഞ്ഞോളെ, കുഞ്ഞോളെ. ഒന്നല്ല രണ്ടല്ല പലവട്ടം തട്ടി വിളിച്ചിട്ടും കൊച്ചിന് യാതൊരു അനക്കവുമില്ല. കട്ടിൽ കണ്ടാൽ പിന്നെ നമ്മളൊന്നും അറിയില്ല എന്ന പോലെ കൊച്ചു രുദ്രൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് നല്ല ഉറക്കത്തിലാണ്. കുഞ്ഞോളെ, കണ്ണു തുറക്ക്. രുദ്രൻ അവളെ നേരെ ഇരുത്തിക്കൊണ്ട് അവളുടെ കവളിൽ തട്ടി വീണ്ടും വിളിച്ചുവെങ്കിലും അവളൊന്ന് മൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു. ശേഷം കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് അവനെ ചുറ്റിപ്പിടിക്കുക കൂടെ ചെയ്തു. അതുകൂടെ ആയതും അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവളെ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് പോലെ വാരി എടുത്തുകൊണ്ട് ഷവർ ഓൺ ചെയ്തു അതിന് മുന്നിലേക്ക് നിർത്തി. ആ അയ്യോ രുദ്രേട്ടാ, മഴ പെയ്യുന്നു. പെട്ടെന്ന് തലയിലൂടെ വെള്ളം വീണതും കൊച്ചു വിചാരിച്ചു മഴ പെയ്യുകയാണെന്ന്. അല്ല, വീട്ടിലെത്തിയതോ രുദ്രൻ അവളെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയതോ ഒന്നും നമ്മുടെ കൊച്ചറിഞ്ഞില്ലല്ലോ. പാവം, കുട്ടിയുടെ മനസ്സ് ഇപ്പോഴും പുറത്തു നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ദജ് കണ്ണു തുറന്ന് ചുറ്റിനും ഒന്ന് നോക്കി. താനിപ്പോൾ വാഷ്റൂമിൽ ഷവറിന് കീഴിലാണ് നിൽക്കുന്നതെന്ന് കണ്ടതും അവൾ കണ്ണൊന്ന് ചിമ്മി തുറന്നുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. തന്നോടൊപ്പം തന്നെ വെള്ളത്തിൽ കുതിർന്നു നിൽക്കുന്നവനെ അവൾ ചുണ്ടൊന്ന് ചുളുക്കിക്കൊണ്ട് നോക്കി. എനിക്ക് തണുക്കുന്നു രുദ്രേട്ടാ, വിറച്ചുകൊണ്ട് പറയുന്നവളെ അവൻ ഗൗരവത്തോടെ ഒന്ന് നോക്കി. നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന അവളുടെ ആ രൂപം അവന് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ തോന്നി. ഫ്രഷായി വാ കുഞ്ഞോളെ. ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെ അതും പറഞ്ഞുകൊണ്ട് ഹാങ്ങിങ് സ്റ്റിക്കിൽ തൂക്കിയിട്ടിരുന്ന ടവലെടുത്ത് മുഖം തുടച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. രുദ്രേട്ടാ. അപ്പോഴേക്കും ദച്ച് വേഗം അവൻ്റെ ഷർട്ടിൻ്റെ പിന്നിൽ പിടിച്ച് പുറകിലേക്ക് വലിച്ചു. അപ്രതീക്ഷിതമായ അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് ബാലൻസ് തെറ്റി പിന്നിലേക്ക് ആഞ്ഞു. അതോടെ രണ്ടും കൂടെ ബാത്ത് ടബിനകത്തേക്ക് വീണു. ആ രുദ്രേട്ടാ. വീണ പൊസിഷൻ വെച്ച് ദച്ചുവിൻ്റെ മേലേക്കാണ് രുദ്രൻ വീണത്. ഒരു നിമിഷം അവൻ്റെ വെയിറ്റ് താങ്ങാനാകാതെ അവളൊന്ന് പിഴഞ്ഞുപോയി. കുഞ്ഞോളെ. അവൻ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും ചുണ്ടും പുളുത്തിക്കൊണ്ട് തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കിടക്കുന്നവളെ കണ്ട് അവന് ചിരിയും കരച്ചിലും ഒരുപോലെ വന്നു. എന്തൊരു വെയിറ്റാണ് രുദ്രേട്ടന്. ഞാൻ ചതഞ്ഞു പോയി. എന്നും രാവിലെ ആ ജിമ്മിൽ കിടന്ന് കസർത്ത് കാണിച്ചൊക്കെ ഉരുട്ടിക്കയറ്റി വെച്ചിരിക്കുമല്ലേ. എൻ്റെ ഭഗവാനേ, ഇതൊക്കെ എൻ്റെ നെഞ്ചത്തോട്ടാണല്ലോ തീർക്കുന്നത്. ആ ബാത്ത് ടബിൽ അതുപോലെ കിടന്നുകൊണ്ട് തന്നെ അവൾ അവനെ നോക്കി പരിഭവം പറഞ്ഞുകൊണ്ടിരുന്നു. അവനൊരു നിമിഷം അവളുടെ ആ ഭാവങ്ങളൊക്കെ നോക്കി കാണുകയായിരുന്നു. ദേവാനന്ദനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവൾ ആകെ തകർന്നു പോയതാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും അവൾ അതിനെക്കുറിച്ചുള്ള ചിന്തകളിലായിരിക്കും എന്നായിരുന്നു അവൻ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവളുടെ പെരുമാറ്റത്തിൽ അവൾ അതൊക്കെ പാടെ മറന്നുപോയതുപോലെയാണ്. അത് കാണുമ്പോൾ അവന് ചെറിയൊരു ആശ്വാസം തോന്നിയെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ ചിന്തകളൊക്കെ അവളുടെ മനസ്സിലേക്ക് തന്നെ തിരികെ എത്താമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഡബിനുള്ളിലേക്ക് കയറി അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചാഞ്ഞു ചെന്നു. അപ്പോഴും അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. പാവം കൊച്ച്, ചെക്കൻ്റെ ഉദ്ദേശമൊന്നും അവൾക്കറിയില്ലല്ലോ. ഇങ്ങനെ നീ എൻ്റെ മുന്നിൽ നിന്നാൽ എനിക്ക് പലതും തോന്നും കുഞ്ഞോളെ. അതുകൊണ്ടാണ് ഞാൻ പോകാൻ നിന്നത്. പക്ഷെ നീ സമ്മതിക്കില്ല. തൻ്റെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ച് വെച്ചുകൊണ്ട് മുരൾച്ച പോലെ അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. രുദ്രേട്ടാ. അവൾ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൻ പൂർണ്ണമായും അവളിലേക്ക് ചാഞ്ഞു. എൻ്റെ വെയിറ്റ് എൻ്റെ കൊച്ചിന് താങ്ങാൻ പറ്റുന്നില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ എക്സ്പീരിയൻസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ബുദ്ധിമുട്ടാകും. നാവുകൊണ്ട് കീഴ്ച്ചുണ്ടൊന്ന് നനച്ച് അവളെ ആകെ മൊത്തം ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ല എങ്കിലും എന്തോ വൃത്തികേടാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി. അവൾ അവനെ നോക്കി ചുണ്ടു പൊളുത്തിയതും അവൻ ആ ചുണ്ടിൽ പതിയെ ഒന്ന് കടിച്ചു. ആ, എനിക്ക് വേദനിച്ചു. അവൾ കെറുവോടെ പറയുന്നത് കേട്ട് അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. രുദ്രേട്ടൻ, എൻ്റെ കുഞ്ഞിൻ്റെ വേദന മാറ്റിത്തരട്ടെ? വശ്യമായ സ്വരത്തിൽ അവൻ പറഞ്ഞത് കേട്ട് അവൾ പതിയെ ഒന്ന് മൂളി. ഒരു നിമിഷം ഇരുവരും പരസ്പരം കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കിടന്നു. അവൻ്റെ കണ്ണുകളിൽ വശ്യതയായിരുന്നു എങ്കിൽ അവളിൽ നാണമായിരുന്നു. പതിയെ അവൻ്റെ മുഖം താഴ്ന്നു വന്നു. ആ ചെറിപ്പഴങ്ങൾ പോലെ ചുവന്നു തൊടുത്ത അവളുടെ അധരങ്ങളെ അവൻ്റെ ചുണ്ടുകൾ പതിയെ ഒന്ന് സ്പർശിച്ചു. മെല്ലെ അവൻ അവയെ നുണഞ്ഞു തുടങ്ങി. കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നുകർന്നുകൊണ്ട് അവൻ അവളിലേക്ക് അമർന്നു. പതിയെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി അവനെ വലയം ചെയ്തു. അവൻ്റെ കൈകൾ അവളുടെ ദേഹമാകെ അലഞ്ഞു നടന്നു. നനഞ്ഞു കുതിർന്ന വസ്ത്രത്തിനിടയിലൂടെ അവൻ്റെ കരുത്തുറ്റ കൈകൾ അവളുടെ പഞ്ഞി പോലെയുള്ള കുഞ്ഞു വയറിനെയും ഇളം മാറിനെയും എല്ലാം ഞെരിച്ചുടച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കൈകളുടെ ചലനത്തിൽ അവളിൽ ഒരു സ്ഫോടനം തന്നെ സൃഷ്ടിച്ചുവെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും അവനെ എതിർക്കാൻ അവൾ മുതിർന്നില്ല. അവൻ്റെ ഓരോ സ്പർശനവും അവളും ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. പതിയെ അവളുടെ കൈകളും അവൻ്റെ പുറമേനിയിലും കഴുത്തിലും ഒക്കെ ചലിച്ചു തുടങ്ങി.
ആ നിമിഷം അവൻ്റെ ചുണ്ടുകൾ കൂടുതൽ ആവേശത്തോടെ അവളുടെ ചുടികളെ നുകർന്നുകൊണ്ടേയിരുന്നു. മറ്റെല്ലാം മറന്നുകൊണ്ട് അവളും ആ സുന്ദരമായ നിമിഷത്തെ മാത്രം ആസ്വദിച്ചുകൊണ്ട് അവന് വിധേയായി കിടന്നു.